ചരിത്രവാദത്തിൻ്റെ കണക്കുകൂട്ടൽ കൃത്യവും ബൈബിൾപരമാണ്. എന്നാൽ ഫ്യൂച്ചറിസത്തിൽ നിന്ന് ഉളവായ ഡിസ്പെൻസേഷനിസം ഒരു വ്യത്യസ്ത വ്യാഖ്യാനം അവതരിപ്പിച്ചു. ഇന്ന് അത് ഒട്ടുമിക്ക പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നു. കണക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പേ 70 ആഴ്ചയുടെ പ്രവചനത്തെക്കുറിച്ച് ഡിസ്പെൻസേഷനിസം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാനിയേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലെ 70 ആഴ്ചവട്ടത്തിലെ ആദ്യത്തെ 69 ആഴ്ചകൾ അർത്ഥശഷ്ഠ രാജാവിൻ്റെ 20-ാമത്തെ വർഷത്തിൽ, അതായത് 445 BC അല്ലെങ്കിൽ 444 BCയിൽ ആരംഭിച്ച് ക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള വരവിൽ 32 AD അവസാനിച്ചു എന്ന് പഠിപ്പിക്കുന്നു. 70-ാമത്തെ ആഴ്ച പൂർത്തീകരിച്ചിട്ടില്ല എന്നും അത് ഭാവിയിലാണ് പൂർത്തീകരിക്കപ്പെടുന്നതെന്നും പഠിപ്പിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിലെ ഉടമ്പടി സ്ഥാപിക്കുന്ന പ്രഭു യെരുശലേമിൽ പുനർനിർമ്മിച്ച ഒരു ദൈവാലയത്തിലെ യാഗങ്ങൾ നടത്തുന്ന ഒരു ഭാവി എതിർക്രിസ്തുവാണെന്ന് പഠിപ്പിച്ചു. 69-ാമത്തെ ആഴ്ച പൂർത്തിയായപ്പോൾ പ്രവചന ഘടികാരം നിലച്ചുവെന്നും അത് വീണ്ടും ഉൾപ്രാവണത്തിന് ശേഷം പുനരാരംഭിക്കുമെന്നും പഠിപ്പിക്കുന്നു. മുമ്പത്തെ യുഗങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ രക്ഷിക്കപ്പെടുന്ന സഭായുഗത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ഡിസ്പെൻസേഷനലിസത്തിൻ്റെ ഈ വ്യാഖ്യാനത്തിന് ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. അവർ ആരംഭവർഷം 445 BC അഥവാ 444 BC ആയി കണക്കാക്കിയാൽ 70 ആഴ്ചവട്ട പ്രവചനത്തിൻ്റെ അവസാനം ഏകദേശം 45 AD അഥവാ 46 AD വന്ന് അവസാനിക്കും. ഈ തീയതികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ അവർ 445 BC അഥവാ 444 BCയിൽ നിന്ന് 69 ആഴ്ചകൾ അല്ലെങ്കിൽ 483 വർഷം കണക്കാക്കിയാൽ അത് ചെന്നെത്തുന്നത് 38 AD അല്ലെങ്കിൽ 39 AD. എന്നാൽ ഈ തീയതികൾക്കും പ്രാധാന്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോബർട്ട് ആൻഡേഴ്സൺ എന്ന ബ്രിട്ടീഷ് ബ്രദറൻ പണ്ഡിതനാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. ദ കമ്മിങ് പ്രിൻസ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത്. ആൻഡേഴ്സൺ 69 ആഴ്ചകൾ ദിവസങ്ങളായി കിട്ടുന്നതിന് യഹൂദ കലണ്ടർ അനുസരിച്ച് അതിനെ 360 ദിവസങ്ങൾ കൊണ്ട് ഗുണിച്ചു. അങ്ങനെ 1,73,880 ദിവസങ്ങൾ കിട്ടി. എന്നാൽ ജൂലിയൻ കലണ്ടറിൽ 365 ദിവസങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം ഈ കിട്ടിയ ദിവസങ്ങളെ 365 കൊണ്ട് ഹരിച്ചു. അങ്ങനെ 476 വർഷങ്ങൾ കിട്ടി. ആൻഡേഴ്സൺ ഈ പ്രവചനത്തിൻ്റെ ആരംഭം 445 BC ആയിട്ടാണ് കണക്കാക്കിയത്. ഇത് അർത്ഥശിഷ്ട രാജാവിൻ്റെ 20-ാമത്തെ വർഷപ്രകാരമാണ്. അങ്ങനെ 445 BC മുതൽ 476 വർഷങ്ങൾ കണക്കുകൂട്ടിയാൽ അത് 32 AD വന്ന് അവസാനിക്കുമെന്ന് റോബർട്ട് ആൻഡേഴ്സൺ തൻ്റെ പുസ്തകത്തിൽ എഴുതി. എന്തൊക്കെയാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നങ്ങൾ? 1. തെറ്റായ ആരംഭ തീയതിയും അവസാന തീയതിയും. ചരിത്രവാദം പ്രവചനം ആരംഭിക്കുന്നതിനുള്ള ശരിയായിട്ടുള്ള തീയതി തിരഞ്ഞെടുക്കുന്നു. അതിനാൽ തന്നെ ഓരോ നാഴികക്കല്ലുകളും ക്രമത്തിലാണ്. ആരംഭവർഷം തെറ്റായി തിരഞ്ഞെടുക്കുന്നതിലൂടെ പ്രവചനത്തിൻ്റെ മറ്റ് നാഴികക്കല്ലുകൾ തീയതികളുമായി പൊരുത്തപ്പെടുവാൻ ഡിസ്പെൻസേഷനലിസം നന്നേ പാടുപെടുന്നു. 2 കലണ്ടറുകളുടെ ഉപയോഗം. പ്രവചനം കണക്കാക്കാൻ റോബർട്ട് ആൻഡേഴ്സൺ 2 കലണ്ടറുകൾ ഉപയോഗിച്ചു. യഹൂദ കലണ്ടറും ജൂലിയൻ കലണ്ടറും. പ്രവചനം കണക്കാക്കുന്നതിനുള്ള രീതി ഉപയോഗിക്കുന്നതിൽ ഒരാൾ സ്ഥിരത പുലർത്തണം. 2 കലണ്ടറുകൾ ഉപയോഗിക്കുന്നതിലൂടെ കണക്കുകൾ കൂടുതൽ സങ്കീർണവും തെറ്റായതുമായി മാറുന്നു. 3. സ്ഥിരതയില്ലാത്ത കണക്കുകൂട്ടലുകൾ. റോബർട്ട് ആൻഡേഴ്സൺ 69 ആഴ്ചകൾ കണക്കാക്കുവാൻ യഹൂദ കലണ്ടറും ജൂലിയൻ കലണ്ടറും ഉപയോഗിക്കുന്നു. എന്നാൽ അവസാനത്തെ ആഴ്ച കണക്കാക്കുവാൻ അദ്ദേഹം യഹൂദ കലണ്ടർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സ്ഥിരത പുലർത്താത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ വ്യാഖ്യാനത്തിൻ്റെ മുഴുവൻ പൊള്ളയും മനസ്സിലാക്കുവാൻ കഴിയും. ഡിസ്പെൻസേഷനലിസം അനുസരിച്ച് 69-ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പ്രവചന ഘടികാരം നീന്നു എന്നാണ്. അവർ ഈ കാലഘട്ടത്തിനെ ഗ്യാപ്പ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് കാലഘട്ടമെന്നും അല്ലെങ്കിൽ സഭായുഗമെന്നുമൊക്കെ വിളിക്കുന്നു. ഉൾപ്രാവണത്തിന് ശേഷം മാത്രമേ പ്രവചന ഘടികാരം പുനരാരംഭിക്കുകയുള്ളൂ. അതിനാൽ അവസാനത്തെ 70-ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 70 ആഴ്ചയുടെ പ്രവചനത്തിൻ്റെ അവസാനത്തെ ഒരാഴ്ച 7 വർഷമാണ്.
അതുപോലെ ഈ വ്യാഖ്യാനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ 7 വർഷത്തിൻ്റെ പകുതി തിരുവചനത്തിൽ കാലവും കാലങ്ങളും കാലാംശവും എന്നിങ്ങനെ വിവരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മറ്റൊരു അർത്ഥത്തിൽ അത് 42 മാസമാണെന്നും അല്ലെങ്കിൽ 1260 ദിവസങ്ങളുമാണെന്നും പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ആഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷത്തിൻ്റെ പകുതിയായിട്ടുള്ള 3.5 വർഷം എന്നുള്ളത് 1260 ദിവസങ്ങളാണ്. എന്നാൽ ഈ 1260 ദിവസങ്ങൾ എങ്ങനെ ലഭിച്ചു? 3.5 വർഷത്തിന് യഹൂദ കലണ്ടർ പ്രകാരം 360 ദിവസങ്ങൾ കൊണ്ട് ഗുണിച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ അവർ ജൂലിയൻ കലണ്ടറാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ 3.5 വർഷം ബൈബിളുമായി പൊരുത്തപ്പെടാത്ത 1277.50 ദിവസങ്ങളായിട്ട് ലഭിക്കും. ഇത് തിരുവചനമായിട്ട് പൊരുത്തപ്പെടുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ 69 ആഴ്ചകൾ കണക്കുകൂട്ടുന്നതിന് യഹൂദ കലണ്ടറും ജൂലിയൻ കലണ്ടറും ഉപയോഗിച്ചത്. എന്നാൽ അവസാനത്തെ ആഴ്ച കണക്കുകൂട്ടുന്നതിന് അവർ യഹൂദ കലണ്ടർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നതാണ് ഇതിൻ്റെ വൈരുദ്ധ്യത. ആൻഡേഴ്സിൻ്റെ കണക്കുകൂട്ടലിനെ ഹാരോൾഡ് ഹോഗ്നർ തിരുത്തി അത് ക്രോണോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു. ഇതിൽ ആരംഭവർഷം 445 BC എന്നതിന് പകരം 444 BC ആക്കി മാറ്റി. എന്നിരുന്നാലും ആൻഡേഴ്സൺ ഉപയോഗിച്ച അതേ കണക്കൂട്ടലിൽ തന്നെയാണ് അദ്ദേഹവും ഉപയോഗിച്ചത്. ഈ കാരണങ്ങളാൽ തന്നെ 70 ആഴ്ചയുടെ പ്രവചനത്തിനെ വ്യാഖ്യാനിക്കുന്നതിൽ ഡിസ്പെൻസേഷണലിസത്തിൽ നിന്ന് ഉളവായ ഫ്യൂച്ചറിസം നന്നേ പരാജയപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സത്യം കലർന്ന തെറ്റായ ഉപദേശങ്ങൾ എല്ലായ്പ്പോഴും തെറ്റിനേക്കാൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. അതിനാൽ തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ അതീവ ശ്രദ്ധ പാലിക്കണം. അത് പ്രാർത്ഥനയാലും ദൈവാത്മ നിയോഗത്താലും ആയിരിക്കട്ടെ. ആമീൻ.